നമ്മൾ കുട്ടിയെടുത്ത സമയം കുട്ടിക്ക് പറയത്തക്കതായ ജീവനില്ല. അപ്പോൾ പുൽക്കൊടിയുടെ ഭാഗത്ത് ചെറിയൊരു അനക്കം മാത്രമേ നമുക്ക് കണ്ടുള്ളൂ. ഇല്ല സിസ്റ്ററെ, അനക്കമൊന്നും ഇല്ല, സിസ്റ്ററിന് തോന്നിയതെന്ന് പറഞ്ഞു. പറഞ്ഞല്ല, കുട്ടിക്ക് എനിക്ക് അനക്കം നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു മരിച്ചു എന്ന് എല്ലാവരും വിധി എഴുതി, ഡോക്ടർമാരും അവർ പാരൻസും ഓൾറെഡി ചെയ്തു. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക, മയ്യത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം വരെ എത്തിയതാണ്. കുട്ടി മരിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് അവർ സംസാരിച്ചത് ഫോണിലൂടെ. കുട്ടി ജീവനില്ല, അനക്കമില്ല, അപ്പോൾ ബ്ലീഡിങ് ആയിട്ടുണ്ട്. കുട്ടി പെൺകുട്ടി ഉമ്മയാണെങ്കിൽ ബ്ലീഡിങ്ങിലാണ്, കുറച്ച് കണ്ടീഷൻ മോശമാണ്, ഒരു ബോധക്ഷയം പോലെ ഇങ്ങനെ പറയുന്നത്. പിറന്നു വീഴും മുമ്പേ മരിച്ചുവെന്ന് ഡോക്ടർമാർ എഴുതിയ ചോരപ്പൈതലിന് നഴ്സിന്റെ അവസരോചിത ഇടപെടലിൽ ജീവന്റെ ലോകത്തേക്ക് തിരിച്ചുവരവ്. നവജാത ശിശുവിന് പൊക്കിൾക്കൊടിയിൽ മിടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നഴ്സ് നടത്തിയ ധീര ഇടപെടലാണ് കുഞ്ഞിന് തുണയായത്. ഒടുവിൽ ചോരപ്പൈതലിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പിടയുന്ന നെഞ്ചോടെ പ്രസവമുറിക്ക് പുറത്ത് കാത്തുനിന്ന പിതാവിന്റെയും ബന്ധുക്കളുടെയും കാതുകളിലെത്തിയത് പൊന്മണിയുടെ നേർത്ത കരച്ചിൽ. മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961 300031. തിരൂർ തലക്കെടത്തൂർ അൽനൂർ ആശുപത്രിയിലാണ് വൈദ്യശാസ്ത്രത്തെ അമ്പരപ്പിച്ച സംഭവം നടന്നിരിക്കുന്നത്. തിരൂർ പയ്യനങ്ങാടി സ്വദേശികളായ ദമ്പതികൾക്ക് പിറന്ന പെൺകുഞ്ഞിനാണ് 4 വർഷമായി അൽനൂർ ആശുപത്രിയിൽ ഹെഡ് നഴ്സായ പത്തനംതിട്ട തിരുവല്ല സ്വദേശിനി ഗീതയുടെ കരുതൽ തുണയായത്. നോർമൽ പ്രസവത്തിലൂടെ പുറത്തെത്തിയ കുഞ്ഞിന്റെ പൊക്കിൾക്കൊടിയിൽ ചലനം അനുഭവപ്പെട്ടതോടെയായിരുന്നു ഗീത ജീവന്റെ തുടിപ്പ് തിരിച്ചറിഞ്ഞത്. ഉടൻ പ്രസവമുറിയിലുണ്ടായിരുന്നവരോട് വിവരം സൂചിപ്പിച്ചെങ്കിലും ആരും വിശ്വസിച്ചില്ല. എന്നാൽ ഗീത ആവർത്തിച്ച് പറഞ്ഞതോടെ അവരിലും പ്രതീക്ഷ ഉയർന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടെന്ന് പറഞ്ഞാൽ 3-ാം തീയതി വൈകുന്നേരം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് എൻ്റെ റൂമിലേക്ക് പോയി. ആ സമയം എന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ മാനേജറായ അൻസർ സാറ് കോൾ ചെയ്യുകയുണ്ടായി. സാറിനോട് പറഞ്ഞു, ഇതുപോലെ നമുക്കൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ട്, UD ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പേഷ്യൻ്റ് എന്താണെങ്കിലും കുട്ടീനെ നമുക്ക് കിട്ടില്ല, അവർ എന്തിനും വില്ലിംഗ് ആയിട്ട് വരുന്ന ഒരു പേരൻസ് ആണെന്ന് പറയും. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് റൂമിൽ നിന്ന് വരികയും അതിനുശേഷം പേഷ്യനെ നമ്മൾ ലേബർ റൂമിലേക്ക് ആക്കുകയും ബാക്കിയുള്ള സ്റ്റാഫ്, എന്നോടൊപ്പമുള്ള സ്റ്റാഫുകൾ ലേബർ റൂമിൽ ഡോക്ടേഴ്സുമായിട്ട് ഞങ്ങളൊരു ടീമായിട്ടാണ് ലേബർ റൂമിലേക്ക് കടന്നത്. അതിനുശേഷം ഞങ്ങൾ ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്തു. 5th ഗ്രാവിഡയാണ് പേഷ്യൻ്റ്. ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്തു 10 മിനിറ്റ് ശേഷം ഡെലിവറി ആകുകയാണ്. അവരെന്തോ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേരൻസ് ആയതുകൊണ്ട് വലിയ ടെൻഷൻ ഇല്ലാതെയാണ് ഞങ്ങൾ ആ ഡെലിവറി അറ്റൻഡ് ചെയ്തത്. നമ്മൾ കുട്ടിയെടുത്ത സമയം കുട്ടിക്ക് പറയത്തക്കതായ ജീവനില്ല, ഡെത്തായി എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ കുട്ടീനെ പുറത്തെടുത്തത്. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ കുട്ടിക്ക് പൊക്കിൾക്കൊടിയുടെ ഭാഗത്ത് ചെറിയൊരു അനക്കം മാത്രമേ നമുക്ക് കണ്ടുള്ളൂ. ഞാൻ മറ്റെൻ്റെ കൂടെയുള്ള ടീമിനോട് ഞാൻ പറഞ്ഞു, കുട്ടിക്ക് എന്തോ അനക്കമുണ്ട്. ഇല്ല സിസ്റ്ററെ, അനക്കമൊന്നും ഇല്ല, സിസ്റ്ററിന് തോന്നിയതെന്ന് പറഞ്ഞു. പറഞ്ഞല്ല, കുട്ടിക്ക് എനിക്ക് അനക്കം നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കത് എന്താണെങ്കിലും നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓക്സിജൻ സപ്പോർട്ട് തരാൻ പറഞ്ഞു. അവരെല്ലാം ഓക്സിജൻ സപ്പോർട്ട് തന്നു. ഞാൻ CPR കൊടുത്തു. അതിനുശേഷം കുട്ടിയെ സ്റ്റിമുലേഷനൊക്കെ കൊടുത്തു. 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്തതിന് ശേഷം കുട്ടി ഒന്ന് ബ്രത്ത് എടുത്തു. അപ്പോഴും അത് ഗ്യാസ്പിംഗ് ആണെന്നുള്ളൊരു ഇതിലായിരുന്നു. അല്ല, വീണ്ടും എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നി, കുട്ടി അല്ല, കുട്ടി ജീവനിലേക്ക് തിരിച്ചു വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വീണ്ടും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷെ കുട്ടിയുടെ ജീവൻ തിരിച്ചു തന്നു. അത് ദൈവത്തിൻ്റെ ഒരു കരുണയാണെന്നും പിന്നെ ഇവിടെ ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ആ കാര്യത്തിൽ. ഇനിയും നമുക്ക് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലാണ് ഗർഭകാലത്ത് യുവതി ചികിത്സ തേടിയിരുന്നത്. അവിടെ നടത്തിയ അവസാനവട്ട പരിശോധനയിൽ കുഞ്ഞിന് ജീവനില്ലെന്നും നോർമൽ പ്രസവത്തിലൂടെ കുഞ്ഞ് പുറത്തുവരുന്നതുവരെ കാത്തിരിക്കാനുമായിരുന്നു നിർദ്ദേശം. അതോടെ കുഞ്ഞ് മരണപ്പെട്ടുവെന്ന വേദനയിൽ യുവതി ഗർഭവുമായി തുടർന്നു. യാദൃശ്ചികമായി അമിത രക്തസ്രാവമുണ്ടായതോടെ മാതാവിനെയെങ്കിലും രക്ഷിക്കാമെന്ന വിശ്വാസത്തിലാണ് അൽനൂർ ആശുപത്രി ഉടമയും ഡോക്ടറുമായ അബു സാലിഹിനെ തേടി കുട്ടിയുടെ ഉപ്പ വിളിക്കുന്നത്. ആ പേഷ്യന്റ് പാർട്ടിന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ട്. പൊതുവെ ഞാൻ എല്ലാവർക്കും എൻ്റെ നമ്പർ കൊടുക്കും.
ഒരു ഡോക്ടർ എന്ന് പറഞ്ഞൊരു സഹകരണം സർവീസാണല്ലോ. അപ്പോൾ ഒരു 8:30 കണ്ടിന്യൂ. ഒന്നാമത്തെ അന്ന് ലീവാണ്, കയ്യിൽ ചെറിയ പരിക്ക് കാരണം ലീവാണ്. അപ്പോൾ അവരെന്നെ വിളിച്ചു, സാറേ ഇങ്ങനെ ഒരു ബ്ലീഡിങ് ഉണ്ട്, കേസ് അവിടുത്തതല്ല, ഡോക്ടർമാരെ സപ്പോർട്ട് തരാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മളെ സ്ഥാപനമാണ്, എല്ലാവിധ സപ്പോർട്ടുകളും തരും, പക്ഷെ ഞാൻ ഒന്നാമത്തെ ലീവായതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എമർജൻസിയിൽ. പക്ഷെ ഞാൻ നേരെ മാനേജർ അൻസാറിനായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് പറഞ്ഞു എല്ലാ സപ്പോർട്ടും അവർക്ക് കൊടുക്കണം, ഒരു പ്രയാസം വരരുത്. കുട്ടി മരിച്ചെന്നുള്ള ഒരു രീതിയിലാണ് അവർ സംസാരിച്ചത് ഫോണിലൂടെ. കുട്ടി ജീവനില്ല, അനക്കില്ല, അപ്പോൾ ബ്ലീഡിങ് ആയിട്ടുണ്ട്. കുട്ടി പെൺകുട്ടി ഉമ്മയാണെങ്കിൽ ബ്ലീഡിങ്ങിലാണ്, കുറച്ച് കണ്ടീഷൻ മോശമാണ്. ഒരു ബോധക്ഷയം പോലെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല, കാരണം നമ്മൾ അറ്റൻഡ് ചെയ്യാനും പറ്റുന്നില്ലാത്തൊരു കേസാണ്. നമ്മളൊരു ആബ്സെൻസ് അവിടെ ഫീൽ ചെയ്യരുത്, എല്ലാവരും സപ്പോർട്ടും കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഫുൾ ടീമിന് നമ്മൾ റെഡിയാക്കി. ഈവൻ ഫുൾ ടീം എന്ന് പറഞ്ഞാൽ ഗൈനക്ക്, പീഡിയാട്രിഷ്യന്, പിന്നെ നേഴ്സുമാർ, ഫുൾ വിങ് തന്നെ എമർജൻസി എല്ലാവരും കൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. എമർജൻസി അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ വന്നു. ഓരോ മിനിറ്റ് എന്താ നടന്നത് എന്തായി എന്നുള്ളത് ഞാൻ ചോദിച്ചറിയുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ജീവൻ കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അതിന് അൻസാറും ഇവരും വിങ്ങും നല്ല രീതിയിൽ അത് ബിഗ് സല്യൂട്ട് രീതിയിൽ തന്നെ നല്ലൊരു രീതിയിൽ അത് കൈകാര്യം ചെയ്തു എന്നുള്ളതിൽ എന്നും എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. നിർദ്ദേശപ്രകാരം ആശുപത്രിയിലെ സംവിധാനമൊന്നാകെ കൈകോർത്തതോടെ ആശുപത്രിയിൽ സന്തോഷത്തിന്റെ പൊന്നമ്പിളി പിറക്കുകയായിരുന്നു. മരണത്തിന്റെ തണുപ്പിൽ നിന്ന് നഴ്സ് ഗീതയുടെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന മാലാഖ കുഞ്ഞ് വൈകാതെ സാധാരണ നിലയിലെത്തി. പ്രസവവേളയിൽ കുഞ്ഞിന്റെ തലയാണ് ആദ്യം പുറത്തുവരേണ്ടത്. എന്നാൽ ഇവിടെ കാലുകളാണ് ആദ്യം പുറത്തുവന്നത്. പൊക്കിൽ കൊടി പലതവണ കഴുത്തിൽ ചുറ്റിയ നിലയിലുമായിരുന്നു. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അലിഷ ഷാജഹാൻ, ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ഫവാസ് എന്നിവരുടെ മേൽനോട്ടത്തിലുള്ള മെഡിക്കൽ സംഘം അതീവ ശ്രദ്ധയോടെയാണ് സുഖപ്രസവം സാധ്യമാക്കിയത്. ദേഹത്താകെ നീലനിറമുള്ളതിനാലും കുഞ്ഞിന് ജീവനില്ലെന്ന് നേരത്തെ തന്നെ ഡോക്ടർ വിധിയെഴുതിയിരുന്നതിനാലും വൈകാതെ തുടർചടങ്ങുകൾക്കായി കുഞ്ഞിനെ ബന്ധുക്കൾക്ക് കൈമാറാനായി ഗീതയെ ഏൽപ്പിച്ചതിനിടെയാണ് ട്വിസ്റ്റ് ഉണ്ടായത്. കുട്ടിയെ ശ്രദ്ധിക്കാനിടയായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ കോഡിന്റെ ഭാഗത്ത് ഒരു ചെറിയ ചലനം മാത്രമേ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് കുട്ടിയെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നെൻ്റെ മനസ്സ് പറഞ്ഞത്. വൈകുന്നേരം 11:20 ഡെലിവറി ആയത്, രാത്രി 11:20. അതിനുശേഷം ഒരു 1 അവറോളം കുട്ടി കരയാണ്ട് ഇരുന്നു. അതിനുശേഷം നമ്മുടെ പരിശ്രമം കൊണ്ടും ദൈവത്തിൻ്റെ കൃപ കൊണ്ടും ആ കുട്ടി ജീവനിലേക്ക് തിരിച്ചു വന്നു. കുട്ടിയുടെ ആരോഗ്യനില അതിനുശേഷം ഓൾമോസ്റ്റ് ബെറ്റർ ആയിരുന്നു. എന്നാലും ഒരു ഡിസ്ട്രെസ് നമുക്ക് കാണാൻ പറ്റും. ാണ് കുട്ടിയെ അമ്മയെ എങ്ങനെയെങ്കിലും വേർപെടുത്തി തരണം, അങ്ങനെ ഒരു ഇതോടുകൂടിയാണ് അവരിവിടെ കടന്നു. അല്ലൂരിൽ അവർ ഡോക്ടറുമായിട്ട് നമ്മുടെ മാനേജർ MD-യുമായിട്ട് കോൺടാക്ട് ചെയ്തതിന് ശേഷമാണ് അല്ലൂരിലേക്ക് അവർ എത്തപ്പെടുന്നത്. ഞങ്ങളങ്ങനെ വന്നാൽ നിങ്ങളിൽ നിന്നുള്ള സഹായം ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് അവർ ചോദിച്ചു. അങ്ങനെയാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അവർ കിടക്കുന്നത്. ഇപ്പോൾ അമ്മയും കുഞ്ഞും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുന്നു. കുഞ്ഞ് സാധാരണ നിലയിൽ എത്തിയിട്ടുണ്ട്. വിദഗ്ധ ചികിത്സ ആവശ്യമായി വന്നതോടെ കുഞ്ഞിനെ കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു. ആശുപത്രിയിലെ തന്നെ നഴ്സിനെ കൂടി ഒപ്പം വിട്ടു നൽകിയാണ് കുഞ്ഞിനെ തലക്കടത്തൂരിൽ നിന്ന് കൊണ്ടുപോയതെന്ന് അല്ലൂർ ആശുപത്രി മാനേജർ KT അൻസാർ പറഞ്ഞു. പിന്നെ രാവിലെ വന്നിട്ടാണ് നമ്മൾ കുട്ടീനെ കാണുന്നത്. അപ്പോൾ കുട്ടിക്ക് ഡിസ്ട്രെസ് ഉണ്ട്. പീഡിയാട്രിഷ്യൻ നോക്കിയിട്ട് പറഞ്ഞു നമ്മൾ ഏതായാലും കുട്ടീനെ നമ്മൾ രക്ഷപ്പെടുത്തിയല്ലോ, ഇനി നമ്മൾ ഒരു വെന്റിലേറ്റർ സപ്പോർട്ട് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും, അപ്പോൾ അതുകൊണ്ട് കുട്ടീനെ ഹയർ സെൻ്ററിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് അവർ പോയി, നമ്മൾ ആംബുലൻസ് ഒക്കെ അറേഞ്ച് ചെയ്തു, നമ്മളൊരു സ്റ്റാഫും സിസ്റ്റം കൂടെ വിട്ടു. അങ്ങനെ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. കാരണം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ അവർ മെഡിക്കൽ കോളേജിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവർ വിളിച്ചു, അവിടെ ഇങ്ങനെ സീറ്റില്ല, അവരെടുക്കുന്നില്ല, കുട്ടികൾ ഓൾറെഡി 2-3 ബേബീസ് ഇതുപോലെ വെയിറ്റിംഗ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ എന്നാണ് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവരെ അങ്ങനെ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. കാരണം കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി കൂടി ഉള്ളതായിരുന്നു. അങ്ങനെ അവിടെ പോയി അവിടുന്ന് അവർ വെന്റിലേറ്റർ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. NICU-ലാണ് ഉള്ളത് കുട്ടി. ഇന്നിപ്പോൾ രാവിലെ ഞാനും സിസ്റ്ററും വിളിച്ച് അന്വേഷിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഓക്സിജൻ്റെ ലെവലൊക്കെ അവർ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ മിക്കവാറും ഇന്ന് കൂടി നോക്കിയിട്ട് നാളെ ഓക്സിജൻ്റെ മറ്റേ HFNC-ലാണ് ഇപ്പോൾ ഉള്ളത് കുട്ടി. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് ഒഴിവാക്കിയിട്ട് നോക്കാം. അപ്പോൾ നോർമൽ ഓക്സിജൻ കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അവർ നാളെ ഡിസ്ചാർജ് ആക്കിയിട്ട് നിങ്ങൾ പഴയ ഹോസ്പിറ്റലിൽ തന്നെ പോയിക്കോളൂ, അവിടുന്ന് ഓക്സിജൻ സപ്പോർട്ട് 2 ദിവസം നോക്കിയിട്ട് ബാക്കി ടെസ്റ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് കുട്ടിയുടെ ആരോഗ്യനില ബെറ്റർ ആയിട്ടാണ് വരുന്നത്. യുവതിയെ പ്രസവത്തിനായി ലേബർ റൂമിൽ പ്രവേശിപ്പിച്ച ശേഷം നടത്തിയ പരിശോധനയിലും കുഞ്ഞിന് തുടിപ്പുണ്ടായിരുന്നില്ല. കുഞ്ഞിന്റെ മരണം നേരത്തെ തന്നെ ഡോക്ടർമാർ പ്രവചിച്ചിട്ടുള്ളതിനാൽ കുഞ്ഞിന്റെ പിതാവടക്കമുള്ളവർ ആശുപത്രിയിൽ ഉള്ളുലക്കുന്ന വേദനയോടെയാണ് കഴിഞ്ഞിരുന്നത്. അവർക്കിടയിലേക്ക് പൊടുന്നനെയാണ് അവിശ്വസനീയമായ ആഹ്ലാദ വാർത്തയെത്തിയത്.
എഡിറ്റർ ലൈവ് തിരൂർ. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂർ. അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961 300031.